പുതിയ കണക്ക് 102 സീറ്റിൽ നിൽക്കുന്നു. അതായത് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു നമ്പറിലേക്ക് UDFന്റെ ലീഡ് വർദ്ധിച്ചിരിക്കുന്നു. അത് വീണ്ടും 101ആയി. വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നുണ്ട്. 101 സീറ്റിൽ UDF ലീഡ്, 38 സീറ്റിൽ LDF ലീഡ്, ഒരു സീറ്റിൽ നേമത്ത് മാത്രം NDA അവരുടെ ലീഡ് തുടരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ 5 സീറ്റിൽ വരെ ഒരേ സമയം ലീഡ് ചെയ്തിരുന്ന NDA ഒരു സീറ്റിലേക്ക് മാത്രമായി അവരുടെ ലീഡ് ചുരുങ്ങുന്നു. അതും അത്ര വലിയ ലീഡാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. UDF അവരുടെ ലീഡ് നില 101, 102 അല്ലെങ്കിൽ 100ന്റെ ചുറ്റുവട്ടത്തുള്ള സീറ്റുകളിൽ UDF അവരുടെ ലീഡ് നില നിലനിർത്തുന്നുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോഴും പിന്നിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പിന്നിലാണ്. ജോസ് കെ മാണി ഇപ്പോൾ പിന്നിലാണ്. മന്ത്രിമാർ ആർ ബിന്ദു, പി രാജീവ്, റോഷി അഗസ്റ്റിൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, വി അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ എന്ന് തുടങ്ങി പല മന്ത്രിമാരും പിന്നിൽ നിൽക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ശക്തമായൊരു UDF തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ നിസ്സംശയം നമുക്ക് പറയാം.